ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. നാം ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് സേ അബൌട്ട് യുവർ സെൽഫ്, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. അതുമല്ലെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക എന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ഇൻ്റർവ്യൂവിലും ആദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് എങ്ങനെ ആൻസർ പറയാമെന്നുള്ളതാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇറ്റ്സ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ വളരെ ഹാപ്പിയാണ്. പിന്നീട് നമ്മുടെ പേര് പറയാം. ഐ ആം അബ്ദുസ്സലാം, ഐ ആം ഷുക്കൂർ, ഐ ആം റാഹിന, ഐ ആം ആയിഷ. അങ്ങനെ നമ്മുടെ പേര് വെച്ചുകൊണ്ട് നമുക്ക് പേര് പറയാം. പിന്നീട് നമുക്ക് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാം. നമ്മുടെ പ്ലേസ് വെച്ചുകൊണ്ട് പറയാം. ഫ്രം കാലിക്കറ്റ്, ഫ്രം കൊണ്ടോട്ടി, ഫ്രം കോയമ്പത്തൂർ. പിന്നീട് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് വളരെ ചുരുക്കി പറയുന്നു. ഐ ലിവ് ഇൻ എ ന്യൂക്ലിയർ ഫാമിലി വിത്ത് മൈ പാരൻസ്. എൻ്റെ പാരൻസിനോട് കൂടെ ന്യൂക്ലിയർ ഫാമിലിയിലാണ് ഞാൻ താമസിക്കുന്നത്. കൂടുതൽ ഫാമിലി ഡീറ്റെയിൽസ് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യം ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇല്ല. അതുകൊണ്ട് വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ മതിയാവും. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നു. ഐ ആം എൻ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്. ഞാനൊരു ഇംഗ്ലീഷ് ഡിഗ്രി നേടിയ വ്യക്തിയാണ്. വിത്ത് 7 years എക്സ്പീരിയൻസ് ഇൻ CBSE സ്കൂൾ. CBSE സ്കൂളിൽ 7 വർഷത്തോളം പഠിപ്പിച്ച് പരിചയത്തോടു കൂടിയുള്ള ഡിഗ്രി നേടിയ വ്യക്തിയാണ്. ഐ ആം എൻ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് വിത്ത് 7 years എക്സ്പീരിയൻസ് ഇൻ CBSE സ്കൂൾസ്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇനി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഐ ആം എൻ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ഐ ഹാവ് പാസ്ഡ് SSLC എന്ന് പറയാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ഐ ഹാവ് പാസ്ഡ് +2 എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഐ ഹാവ് കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ ലാസ്റ്റ് ഇയർ എന്ന് പറയാം. അല്ലെ 2015 കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ ഇൻ 2015 എന്ന് പറയാം. ഏത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് അണ്ണാമല ഇങ്ങനെ പറയാം. ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് വിത്ത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആണ് വിത്ത് സെക്കൻഡ് ക്ലാസ് എന്ന് പറയാം. അതൊരു മറ്റൊരു രീതിയിലും പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് SSLC ഇൻ 2010 അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരള. നിങ്ങൾ SSLC ആണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് SSLC എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് കംപ്ലീറ്റഡ് SSLC ഇൻ 2010 അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ്റിന് കീഴിൽ 2010 ഞാൻ SSLC കംപ്ലീറ്റ് ചെയ്തു. ഐ ഹാവ് പാസ്ഡ് +2 അണ്ടർ ദി ഹയർ സെക്കൻഡറി ബോർഡ് ഓഫ് കേരള. ഹയർ സെക്കൻഡറി ബോർഡ് ഓഫ് കേരളയുടെ കീഴിൽ +2 ഞാൻ പാസ്സായി എന്ന് പറയണം. നമ്മുടെ ഡിഗ്രിയുടെ കൂടെ മറ്റു വല്ല കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. ആൻഡ് ആൾസോ ഐ ഹാവ് കംപ്ലീറ്റഡ് എ ബേസിക് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഒരു ബേസിക് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ നവർക സ്കൂൾ ഫോർ ദി ലാസ്റ്റ് ഇയർ. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് പറയാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ നവർക സ്കൂൾ ഫോർ ദി ലാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നവർക സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കറൻ്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ നവർക സ്കൂൾ എന്ന് പറയാം. ഇപ്പോൾ ഞാൻ നവർക സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ കറൻ്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ ഹാർഡ്വെയർ കമ്പനി. ഞാനൊരു ഹാർഡ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ഐ ആം ഡൂയിങ് എ കോഴ്സ് ഇൻ ദ വെബ് ഡിസൈനിങ്. ജോലിയൊന്നുമില്ല,
ഇപ്പോൾ വെബ് ഡിസൈനിങ് ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറൻറ്റ്ലി ഐ ആം ഡൂയിങ് എ കോഴ്സ് ഇൻ വെബ് ഡിസൈനിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം പേഴ്സൂയിങ് വെബ് ഡിസൈനിങ്, ഐ ആം പേഴ്സൂയിങ് എ കോഴ്സ് ഇൻ വെബ് ഡിസൈനിങ് എന്ന് പറയാം. ഡൂയിങ്ങിന് പകരം പേഴ്സൂയിങ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാം, അഥവാ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഐ ആം സെൽഫ് മോട്ടിവേറ്റഡ്, ഞാൻ സ്വയം മോട്ടിവേറ്റഡ് ആയ വ്യക്തിയാണ്. എന്നെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ആളാണ്. ഹാർഡ് വർക്കിംഗ്, കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു മടിയുമില്ല, ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. ആ ഡിസിപ്ലൈൻഡ് പേഴ്സൺ, ഞാൻ അനുസരണയുള്ള വ്യക്തിയാണ്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഹോബിയെക്കുറിച്ച് പറയുന്നു. മൈ ഹോബീസ് ആർ റീഡിങ്, ലിസണിങ് ടു മ്യൂസിക് ആൻഡ് പ്ലേയിങ് ക്രിക്കറ്റ്. എൻ്റെ ഹോബി വായന, അതുപോലെ പാട്ട് കേൾക്കുക, അതുപോലെ ക്രിക്കറ്റ് കളിക്കുക എന്നതാകുന്നു. അഥവാ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഹോബീസ് സത്യസന്ധമായി തന്നെ പറയണം. കാരണം റീഡിംഗ് ആണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുക. ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചു, ഏതെല്ലാം ഓതേഴ്സിന് നിങ്ങൾക്ക് പരിചയമുണ്ട്. ലിസൺ ടു മ്യൂസിക് ചോദിച്ചാൽ പറയുകയാണെങ്കിൽ പാട്ട് കേൾക്കലാണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ പാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ക്രിക്കറ്റ് കളിയാണ് എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുക. അതുകൊണ്ട് ഹോബീസ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പറയണം. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഹോബീസ് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാവും. അവസാനം നാം പറയുന്നു ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, എന്നെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞാൽ മതിയാകും. അവസാനം നാം ഇൻ്റർവ്യൂ ബോർഡിന് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയ ഇൻ്റർവ്യൂ ബോർഡിന് നമ്മൾ നന്ദി പറയൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ താങ്ക് യു സാർ, അല്ലെങ്കിൽ താങ്ക് യു മാം എന്ന് ചുരുക്കി പറയാം. ഇൻ്റർവ്യൂവിൽ നമ്മളെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്താനുള്ള ഒരു മോഡലാണ് നാം പഠിച്ചത്. ഇത് തന്നെ വേണമെന്നില്ല. നമ്മൾ ഓൾറെഡി സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ റെഡിമെയ്ഡ് പഠിച്ചിരിക്കണം. പഠിച്ചതിന് ശേഷമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയായിരിക്കും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ പരിചയപ്പെടുത്തലിലൂടെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മൾക്ക് എങ്ങനെ മറ്റുള്ള ആളുകളോട് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഇൻ്റർവ്യൂയിലൂടെ, ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം പറയാം, നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ തീർച്ചയായും നമുക്ക് ആ ജോലി ലഭിച്ചിരിക്കും. ഒരിക്കലും ഇൻ്റർവ്യൂ ബോർഡിനോട് സംസാരിക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഇനിയൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഐ ഡോണ്ട് നോ സാർ എന്ന് തന്നെ ക്ലിയറായി പറയാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.